2024-2025 വർഷത്തെ ഓഡിറ്റിൽ ഗുരുതരമായ ക്രമക്കേട്. ഓഡിറ്റ് റിവ്യൂ മീറ്റിംഗിൽ ഓഡിറ്റ് വിഭാഗം ഉദ്യോഗസ്ഥർ ആരോപിച്ച നഗരസഭയുടെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥനായ സെക്രട്ടറി ആകെ നടപ്പിലാക്കിയ 61 പ്രൊജക്റ്റിൽ 31 പ്രൊജക്റ്റിൻ്റെയും ഫയൽ നഗരസഭ പരിശോധന നടത്താനായി നൽകിയിട്ടില്ല. ഫയൽ കാണാനില്ലെന്ന നഗരസഭയുടെ ഉദ്യോഗസ്ഥരുടെ മറുപടി. മറ്റ് ഇംപ്ലിമെൻ്റ് ഓഫീസർമാർ നടപ്പാക്കേണ്ട പല പദ്ധതികളും സെക്രട്ടറി നടപ്പിലാക്കിയിരിക്കുന്നു. ഫയലുകളും യാതൊരു രേഖയുമില്ലാതെ കോടിക്കണക്കിന് രൂപ ട്രഷറി ബാങ്ക് വഴി മാറ്റിയിരുന്നു. 605 പ്രൊജക്റ്റിൽ 260 എണ്ണം മാത്രം നടപ്പിലാക്കി. അതും സ്പിൽ ഓവർ പ്രൊജക്റ്റ് 24.44 കോടിയിൽ 7.76 കോടി മാത്രം നടപ്പിലാക്കി. ടാങ്കർ ലോറിയിൽ കുടിവെള്ള വിതരണം നടത്തിയതിലും ഗുരുതര ആരോപണം. പല പദ്ധതികളിലും ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ തുക ചെലവഴിച്ചിരിക്കുന്നു. സെക്രട്ടറി ഹൗസ് ആൻഡ് റെന്റ് നൽകിയതിലും ക്രമക്കേടുള്ളതായി കൗൺസിലർ സിന്ധു സുബ്രഹ്മണ്യൻ അറിയിച്ചു. നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റിവ്യൂ മീറ്റിംഗ് അത് നഗരസഭയിൽ നിന്ന് ഇട്ടതാണ്. ഒരു ലെറ്റർ ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എല്ലാവരും പോയി. കാരണം ഞങ്ങൾക്ക് ഒരു രേഖയും നഗരസഭയിൽ നിന്ന് കിട്ടാനുള്ള ഒരു അവസരമില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ നടക്കുന്ന ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ അറിയണമെങ്കിൽ ഇത്തരത്തിലുള്ള റിവ്യൂ മീറ്റിങ്ങിൽ പങ്കെടുത്തേ പറ്റും. അപ്പോൾ ഞാനും ഇന്നലെ പോയിരുന്നു. സത്യത്തിൽ വളരെ ലജ്ജാകരമായ രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. നമ്മുടെ നഗരസഭയുടെ മുഴുവൻ സമയ കാര്യനിർവഹണ ഉദ്യോഗസ്ഥനായ സെക്രട്ടറി 61 പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ 31 പ്രോജക്റ്റിൻ്റെയും ഫയൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഓഡിറ്റുകാർക്ക്. അവർ ഒരു 15 ദിവസം മുന്നേ തന്നെ ഞങ്ങൾ ഓഡിറ്റിന് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് രേഖാമൂലം അവർക്ക് അറിയിപ്പ് കൊടുക്കുന്നതാണ് നഗരസഭയ്ക്ക്. അപ്പോൾ ഈ ഫയലുകളെല്ലാം കറക്റ്റാക്കി വെക്കേണ്ട ഉദ്യോഗസ്ഥർ വെക്കുക എന്ന കർത്തവ്യം നിർവഹിക്കുക ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, 31 ഫയലുകൾ കാണാനില്ല എന്ന് പറഞ്ഞാൽ അവിടെ ആരുടെ ഭരണമാണ് നടന്നിരുന്നത്? സെക്രട്ടറിയുടെ ഭരണമായിരുന്നു മുൻകാലങ്ങളിൽ നടന്നിരുന്നത്. അതും എന്തുകൊണ്ടാണ് ഫയലുകൾ സമർപ്പിക്കാൻ പറ്റാതിരുന്നത്? ട്രഷറി ബില്ലുകൾ മാത്രം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫയൽ വർക്കുകളില്ലാതെ അത് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ജനങ്ങളുടെ പൊതുപണം അടിച്ചു മാറ്റാനുള്ള ഒരു സൗകര്യം ചെയ്തിരിക്കുകയായിരുന്നു നഗരസഭ. ഭരണാധികാരി ചെയ്തു കൊടുത്തിരിക്കുകയാണ് എന്നാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചത്. അത് എത്രയോ പ്രാവശ്യം അദ്ദേഹത്തിന് ലെറ്റർ കൊടുത്തു. ഇതുവരെ വരികയോ ആ ഫയൽ എടുത്തു കൊടുക്കുകയോ ചെയ്തിട്ടില്ല. മാത്രമല്ല, മറ്റ് ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാർ ചെയ്യേണ്ട പല പദ്ധതികളും സെക്രട്ടേറിയറ്റ് എടുത്ത് നടപ്പിലാക്കിയിരിക്കുകയാണ്. അതിൽ തന്നെ വലിയൊരു ദുരൂഹതയാണ് നമുക്കുള്ളത്. എന്തുകൊണ്ടാണ് അത്? സെക്രട്ടറിക്ക് ഒട്ടനവധി കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട്. അപ്പോഴാണ് മറ്റ് ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാർ നടപ്പിലാക്കേണ്ട പ്രോജക്റ്റ് പോലും അദ്ദേഹം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ ഒന്നും ഫയൽ നഗരസഭയിൽ കാണാനില്ല എന്നുള്ളതാണ്. അത് ഞങ്ങൾക്ക് ഇന്നലെ വളരെ വ്യക്തമായി ഓഡിറ്റർമാരുടെ റിവ്യൂ മീറ്റിങ്ങിൽ അവർക്ക് ഒരുവിധ സഹകരണവും നഗരസഭ ചെയ്തു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഫയലുകൾ ചോദിക്കുമ്പോൾ ഫയലുകളില്ല. പിന്നെ നമ്മൾ ഡെപ്പോസിറ്റ് വർക്കുകൾ അല്ലെങ്കിൽ അതിന് എഗ്രിമെൻറ്റ് വെച്ച് അവർക്ക് അഡ്വാൻസ് കൊടുക്കുമ്പോൾ കൊടുക്കേണ്ട എമൗണ്ട് അല്ല കൊടുത്തിരിക്കുന്നത്. അതിന് ധാരാളം, അതിനേക്കാൾ 10 ഇരട്ടി എമൗണ്ടൊക്കെയാണ് അവർക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനും ഒരു രേഖകളും ഇല്ല. ആ രീതിയിലാണ് നഗരസഭയുടെ ഭരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ. അതിൽ ആസാദിക്കൊക്കെ നിരന്തരം അവിടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ട് ഉള്ള വിഷയങ്ങളാണ്. ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധിര. GST നോട്ടീസുകൾക്കുള്ള മറുപടി, രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, അപ്പീൽ ഫയലിംഗ്, അക്കൗണ്ടിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രോജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിധിര അക്കൗണ്ട് വടക്കാഞ്ചേരി. ഫോൺ 9447077369. മറ്റൊരു നമ്പർ 9562467999. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക്